സഞ്ജു രണ്ട് ഡെക്കായി അവന് കളിക്കാൻ അറിയില്ല. വെറുതെ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ എടുത്തുവെന്ന് ഒരുപാട് വിമർശകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജുവിന്റെ അടുപ്പിച്ചുള്ള 2 സെഞ്ചുറിയല്ല അവർ കണ്ടത്, സഞ്ജുവിന്റെ നെഗറ്റീവ് സൈഡ് മാത്രമാണ് അവർ നോക്കി കണ്ടത്. അതിനുത്തരമാണ് സഞ്ജു ഇന്നത്തെ സെഞ്ചുറി. വിമർശകർക്ക് ബാറ്റ് കൊണ്ടാണ് സഞ്ജു മറുപടി കൊടുത്തത്. എല്ലാ ഹേറ്റേഴ്സും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സഞ്ജുവിന്റെ സെഞ്ചുറി കണ്ട് കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 4ാമത്തെ T20 ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ T20 പരമ്പര സ്വന്തമാക്കി. സൗത്ത് ആഫ്രിക്ക നാണം കെട്ടു. 3-1 ഇന്ത്യ പരമ്പര നേടിയത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ സന്തോഷമായി. കഴിഞ്ഞ 2 മാച്ചിൽ സഞ്ജു ഡെക്കിലാണ് പുറത്തായത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. ഞാൻ വളർത്തിയെടുത്ത താരമാണ് സഞ്ജു. അതുകൊണ്ട് എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്താറ്. സഞ്ജു പ്രതിഭയുള്ള കളിക്കാരനാണ്. സഞ്ജുവിന് ഒരുപാട് ഫാൻസ് ക്രിക്കറ്റ് ലോകത്തുണ്ട്. അതിനനുസരിച്ച് സഞ്ജുവിന് ഹേറ്റേഴ്സുമുണ്ട്. അതുകൊണ്ട് സഞ്ജു ചെറിയൊരു തെറ്റ് ചെയ്താൽ അതവർ വലുതാക്കി കാണിക്കും. അതുകൊണ്ടാണ് സഞ്ജുവിനോട് ഞാൻ അങ്ങനെ പറയാറ്. ഒരിക്കലും നീ ഡെക്കിൽ പുറത്താകരുത്. നിനക്ക് കുറച്ച് റൺസെങ്കിലും എടുക്കാൻ സാധിച്ചാൽ അത് നീ ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സഞ്ജു ഇന്ന് കളിച്ചു. അവൻ എനിക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് T20 ടീമിൽ സഞ്ജു ആയിരിക്കും നമ്പർ 1 പൊസിഷനിൽ കളിക്കുന്നത്. സഞ്ജുവാണ് ഞങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്. സഞ്ജുവിന് ഇനി ക്യാപ്റ്റൻസി വരെ ഞങ്ങൾ കൊടുക്കും. അതിനുള്ള കഴിവ് അവനുണ്ട്. സഞ്ജു മാത്രമല്ല, തിലക് വർമ്മയും. അവനും മികച്ച പ്ലെയർ ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ബാക്ക് ടു ബാക്ക് സെഞ്ചുറിയാണ് തിലക് വർമ്മയും അടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ T20 ടീമിന്റെ ഭാവി ഇവരുടെ കയ്യിലാണ്. ഇവർക്ക് ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് കൊടുക്കും. പക്ഷേ എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത് സഞ്ജുവിന്റെ ബാറ്റിംഗ് ആണ്. അവന്റെ ആ കോൺഫിഡൻസ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സൗത്ത് ആഫ്രിക്കയുമായിട്ട് പരമ്പര നേടിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് കോച്ച് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ പോയിട്ടാണ് ഇന്ത്യ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ 253 റൺസ് മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ത്യ ബൗളിംഗിൽ സൗത്ത് ആഫ്രിക്കയെ പിടിമുറുക്കി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.